സോ ഈ ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ കൊല്ലം നടന്നിട്ടുള്ള വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ന്യൂസ് എവർ. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോഴേക്കും ഏകദേശം മനസ്സിലാവും. 2026 മാർച്ച് 13 നമ്മുടെ NIA മാത്യു വാൻഡൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ സിറ്റിസനെയും വേറെ 6 യുക്രൈനിയൻ സിറ്റിസൺസിനും കൊൽക്കത്ത, ഡൽഹി, ലക്നൗ എയർപോർട്ടുകളിൽ നിന്ന് പിടിക്കുകയുണ്ടായി. ഇയാൾക്ക് സൺസ് ഓഫ് ലിബർട്ടി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ടെന്നും ആ ഓർഗനൈസേഷൻ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് CAAക്കാർ ചെയ്യുന്ന പോലെ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് അതാത് അതോറിറ്റേറിയൻ ഗവൺമെൻറ്റിനെ റെജീം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമ്മളായിട്ട് പറയല്ല, പുള്ളിക്ക് യൂട്യൂബ് അക്കൗണ്ടും ഉണ്ട്, എക്സിൽ അക്കൗണ്ടും ഉണ്ട്, ഒരു ലോഡ് ഫോളോവേഴ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസർ സ്പൈ ആണ് പുള്ളി. ലിബിയ, സിറിയ, ഉക്രൈൻ പോലത്തുള്ള സ്ഥലങ്ങളിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ പോയിന്റ് ആൻഡ് ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. അതിൽ വെനിസ്വേലയിലും വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, ഇറാനിലും വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇവർ എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഈ ഒരു ടീം മിസോറാമിൽ ചെന്ന് മിസോറാമിൻ്റെ ബോർഡർ കടന്ന് മ്യാൻമാറിലേക്ക് ചെന്നുവെന്നും അവിടെയുള്ള ഈ എത്നിക് ആംഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്. മ്യാൻമാറിൻ്റെ കാര്യം അറിയാലോ, 2021 ആ ഒരു കൂ കഴിഞ്ഞതിന് ശേഷം, അട്ടിമറി കഴിഞ്ഞതിന് ശേഷം ഫുൾ അവിടെ കോൺഫ്ലിക്റ്റ് സോണാണ്. UN കണക്ക് പ്രകാരം 75,000 പേര് മരിച്ചു 2021 ശേഷം എന്നൊക്കെയാണ് പറയുന്നത്. ഈ എത്നിക് ആംഡ് ഫോഴ്സസ് ഉണ്ട് അവിടെ കുറേ. അപ്പോൾ അതിലെ കുറേ ആൾക്കാരിനെ ട്രെയിൻ ചെയ്യാനും അതേപോലെ ഡ്രോൺ വാർഫെയർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ ഇവരുടെ കയ്യിൽ നിന്നും കുറേ ഇല്ലീഗൽ ഡ്രോൺസ് യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന, ഉക്രൈനിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന ആ FPV ഡ്രോൺസ് ഇല്ലേ ഉക്രൈൻകാരുടെ, ചിലപ്പോൾ അതായിരിക്കണം, അത് കൊണ്ടുവന്നിട്ട് ഇവരവിടെ സപ്ലൈ നടത്തിയെന്നും പറയുന്നുണ്ട്. ഈ മ്യാൻമാറിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാലോ, ഈ ചൈനക്കാരുടെ മറ്റേ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനും ഇത് ഭയങ്കര ക്രൂഷ്യലാണ്. ചൈനക്കാർക്ക് ഇതൊരു ഇന്ത്യൻ ഓഷനിലേക്ക് ഒരു കണക്ഷനാണ്. അതേപോലെ ഇന്ത്യക്കും ഇത് ക്രൂഷ്യലാണ്. ഒരുപാട് ഈ ആൻറ്റി ഇന്ത്യ ഓർഗനൈസേഷൻസ് ഈ വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് മ്യാൻമാർ. അവർക്ക് ഈ നോർത്ത് ഈസ്റ്റ് ഒന്ന് വിഭജിച്ച് കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയോളജി ഉള്ള കുറേ ആൾക്കാർ അവിടെയുണ്ട്. ഇയാളെങ്ങനെ CAA ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഇയാൾ CAA അല്ല എന്നൊക്കെ പറയും. പക്ഷേ ഇയാളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരിനെയാണ് ഈ US ഇൻ്റലിജൻസ് ഏജൻസീസ് ഹയർ ചെയ്യുക, പ്രത്യേകിച്ച് CAA. അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളാണ് മാത്യു വാൻഡൈക്ക്. ഒഫീഷ്യൽ സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ CAAയിലേക്ക് ചേരാൻ പോയെന്നും എല്ലാം പാസ്സായി പോളിഗ്രാഫ് ടെസ്റ്റിൽ മാത്രം ഇയാൾ തോറ്റുപോയി പേടി കാരണം എന്നൊക്കെയാണ് ഒഫീഷ്യൽ സ്റ്റോറി. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതെന്തോ ഒരു കവർ സ്റ്റോറിയാണ്. ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല അവനെ എന്ന് പറയാനുള്ള ആ ഒരു സംഭവമാണിത്.